ചലച്ചിത്ര സംഗീതത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഈ കലാകാരന്മാർ അപാരമായ സിദ്ധിയും സാധനയുമുള്ളവരാണ്. സംഗീത സംവിധായകൻ്റെ ആത്മാവറിഞ്ഞ് കഥാസന്ദർഭങ്ങളുടെ വൈകാരിക മർമ്മമറിഞ്ഞ് ഇവർ തൊടുക്കുന്ന നാദവീജികളാണ് വിജയത്തിൻ്റെ പക്ഷിക്കണ്ണിൽ തറയ്ക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്നത് റെക്സ് മാഷാണ്. എല്ലാവരും റെക്സ് മാസ്റ്റർ എന്ന് പറയുന്ന സീനിയർ വയലിനിസ്റ്റാണ്. തൃശ്ശൂരല്ലേ നാട്? അല്ല, ഞാൻ എറണാകുളമാണ്. അപ്പം ഒരു 40 വർഷത്തിലധികം, ഒരു 50ഓളം വർഷത്തെ സിനിമ പരിചയമുണ്ട് അദ്ദേഹത്തിന്. ഞാൻ ഇവിടെ സിനിമയിൽ വരുന്ന കാലത്ത് മുതൽ ഞാൻ കാണുന്ന ആളാണ്. നേരിട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഈ റീ റെക്കോർഡിങ്ങിനെ കുറിച്ച് ഉള്ള മാഷിൻ്റെ ഓർമ്മയില്ല, ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ 66-ലൊക്കെ ചെയ്തിട്ടുണ്ട് റീ റെക്കോർഡിങ്ങിന് അല്ലേ? 66-ന് കോളേജിൽ പഠിക്കുന്ന സമയം സെയിൻറ്റ് ആൽബർട്ട്സിൽ ഫസ്റ്റ് BSc പഠിച്ചതിന് ആ ഹോളിഡേയ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യമായിട്ട് മദ്രാസിൽ വരുന്നു. യേശുദാസിൻ്റെ കൂടെ ഗാനമേളകൾക്കൊക്കെ വായിച്ചിരുന്ന ആ കാലഘട്ടം. ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് ദാസിൻ്റെ ഗാനമേളക്ക് ഞാനും എൻ്റെ ജ്യേഷ്ഠൻ എമ്മിലും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പല ആൾക്കാരും, അന്നത്തെ ലീഡിങ് ആൾക്കാർക്കൊക്കെ അവരുടെ പാട്ടുകൾക്കും റീ റെക്കോർഡിങ്ങിനൊക്കെ വായിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് വേണം പറയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ച് മെയിൻ ആയിട്ട് ഈ പ്ലേ ബാക്കിന് വരുന്നത് ഏത്? അത് കഴിഞ്ഞിട്ട് ഞാൻ കലാഭവൻ്റെ പ്രിൻസിപ്പൽ ആയിട്ടും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, കലാഭവൻ്റെ ആരംഭദശയിൽ. പിന്നെ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വിട്ട് വേറൊരു തളത്തിലൊന്ന് പരീക്ഷിച്ച് നോക്കിക്കളഞ്ഞാലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ നൈജീരിയയിൽ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് പോയി 5 കൊല്ലം അവിടെ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞു. മീൻ വൈൽ ഈ ഗാനമേളയ്ക്ക് ആയിരുന്നെങ്കിലും വെറുതെ ഒരു രസത്തിനാണെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത് വെച്ചിരുന്നു ഇംഗ്ലീഷിൽ. അത് സഹായകമായി. അങ്ങനെ നൈജീരിയയിൽ പോയി പിന്നെ 1986-ലാണ് ഇതൊരു പ്രൊഫഷനായിട്ട് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് രണ്ടാമത് മദ്രാസിൽ വന്നത്. അപ്പോൾ ആ കാലം തൊട്ട് മലയാളത്തിലെയും തമിഴിലെയൊക്കെ പ്രമുഖരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്. അന്നത്തെ പൊതുവെ ട്രെൻഡ് നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള പലരുമുണ്ട്, യാതൊരു സംശയമില്ല. മണ്ണിൻ്റെ മണമുള്ള എന്നൊക്കെ പറയാറില്ലേ. പക്ഷേ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതറിഞ്ഞ് ചെയ്യാനായിട്ടുള്ള ആ പ്രാപ്തി പലർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവർ പൊതുവെ ഈ റീ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ള ആ പോർട്ട്ഫോളിയോ ഏതെങ്കിലും ഒരു അസിസ്റ്റൻറ്റിന് ഏൽപ്പിക്കുകയാണ് പതിവ് ആ കാലത്ത്. അപ്പോൾ ഹാർമണി അറിയാവുന്ന, ഇൻസ്ട്രുമെൻറ്റേഷൻ അറിയാവുന്ന കുറച്ച് സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ് ആ റീ റെക്കോർഡിങ്ങിൻ്റെ ചാർജ് എടുത്തിരുന്നത് പൊതുവെ മലയാളത്തിൽ. തമിഴിൽ അന്നും MSV തന്നെത്താൻ ചെയ്തിരുന്നതായിട്ട് എനിക്കറിയാം. ഞാൻ അന്ന് അദ്ദേഹത്തിന് വായിച്ചിട്ടില്ല എങ്കിലും ഞാൻ പോയി ഐ ഹവ് ബീൻ എ വിറ്റ്നസ് ടു ഇറ്റ്. ഓഫ് കോഴ്സ് വളരെ പ്രഗത്ഭരായിട്ടുള്ള വലങ്കയായിട്ട് നിന്നിരുന്ന വളരെ നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു. ഹെൻറി ഡാനിയൽ, ജോസഫ് കൃഷ്ണ, അങ്ങനെയുള്ള അസിസ്റ്റൻസ്. അപ്പോൾ MSV ചെയ്യുന്ന ട്യൂൺസ് തന്നെ അത് അപ്പോൾ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ഒരു തീംസ് ആണെങ്കിലും റീ റെക്കോർഡിങ്ങിൻ്റെ പല ആസ്പെക്ട്സും, അതായത് ബ്രാസ് എങ്ങനെ ഉപയോഗിക്കണം, സ്ട്രിങ്സ് എങ്ങനെ ഉപയോഗിക്കണം, പെർക്കഷൻ എങ്ങനെ ഉപയോഗിക്കണം, ഇതിനെപ്പറ്റി നല്ല ബോധമുള്ള പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിഷ്യൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു തിയേറ്ററിനകത്ത് ഒരുമിച്ച് 10-40 വയലിനിസ്റ്റുകൾ ഈ കൂടി തമ്മിൽ കാണുക എന്ന് പറയുന്ന പരിപാടി പോലും ഇല്ലാണ്ടായി ഉണ്ടാവില്ലേ ഇപ്പോൾ? ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി സ്ട്രേഞ്ച് ആൻഡ് സംടൈംസ് പെയിൻഫുൾ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഞാൻ ചിലപ്പോൾ ഒരു ഔട്ട്ഡേറ്റഡ് ആളായിരിക്കാം. ടെക്നോളജി ഈസ് ഓക്കെ, പക്ഷേ ടെക്നോളജി ഫോർ ടെക്നോളജീസ് സേക്ക് എന്ന് വരുമ്പോൾ ദാറ്റ് ഈസ് എ ഗ്രേവ് മിസ്റ്റേക്ക്. ഇപ്പോൾ AR റഹ്മാനെ ഞങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട്, ആ ട്രെൻഡ് വേറെയാണ്. ബട്ട് വൺ തിങ് ഇസ് ഹീ ഈസ് യൂസിങ് നാച്ചുറൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓഫ് കോഴ്സ് അത് മിക്സിംഗ് ആയിരിക്കാം, വേറെ ഒക്കേഷനിലായിരിക്കാം, പക്ഷേ മിക്ക വർക്കിനും ആ ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ യുവതലമുറയുടെ വിചാരം റഹ്മാൻ എന്ന് വെച്ചാൽ ലൈവ് ഒന്നും ഉപയോഗിക്കുന്നില്ല, പ്യുവർലി എല്ലാം ടെക്നോ മ്യൂസിക്കാണ്, അതുകൊണ്ട് ഇതാണ് ട്രെൻഡ് എന്നോർത്ത് ചെയ്യുമ്പോൾ അത് ഭാവിയിൽ പലതിനെയും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലൈവ് ഇൻസ്ട്രുമെൻസിന് അതിൻ്റേതായിട്ടുള്ള ആത്മാവുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഉണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.
എൻ്റെ പേര് സെബാസ്റ്റ്യൻ, വീട് മഞ്ഞുമ്മൽ, അതായത് ഏലൂരിനടുത്ത്. 1979 ഞാൻ വന്നത്, ഏകദേശം 30 കൊല്ലം കഴിഞ്ഞു. വന്നിട്ട് ആദ്യം ഏത് മ്യൂസിക് ഡയറക്ടർ? ആദ്യമായിട്ട് ഞാൻ ദേവരായ മാഷിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ റെക്സ് മാഷ് പറഞ്ഞു അവിടെ കയറിപ്പറ്റാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭാഗ്യത്തിന് എന്തോ പുള്ളിക്ക് എന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ധാരാളം ചാൻസ് തരികയും ചെയ്തു. അങ്ങനെ വിത്തിൻ 6 months കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട്, ജോൺസന് ശേഷം പിന്നെ ഞാനായിരുന്നു അസിസ്റ്റൻ്റായിട്ട്. അപ്പം ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നാട്ടിൽ ഗാനമേളൊക്കെ? നാട്ടിൽ കലാഭവനിൽ നിന്ന് മാറിയിട്ട് CACയിൽ, ഇപ്പോൾ റെക്സ് മാഷാണ് എൻ്റെ ഗുരു. അപ്പോൾ അതിൽ 75 മുതൽ സുജാത ഞങ്ങൾ അക്കമ്പനി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുകയും ഗാനമേളക്ക് വായിക്കുകയും ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം ദേവരാജൻ മാഷിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് മറ്റ് ആളുകളുടെ കൂടെ പ്ലേ ചെയ്യാൻ തുടങ്ങിയത്? അതായത് ഇതിൻ്റെ ദേവരായ മാഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇളയരാജയുടെ കൂടെ, അതുപോലെ ശ്യാം, KJ ജോയ്. അപ്പോൾ ജോൺസൻ്റെ പടത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് വായിക്കാൻ സാധിച്ചു. എനിക്ക് എപ്പോഴും സംശയം തോന്നാറുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം സ്റ്റുഡിയോയിൽ സ്ഥിരമായിട്ട് റെക്കോർഡിങ്ങുള്ളപ്പോൾ അതൊരു പ്രാക്ടീസ് തന്നെയാണ്. അതിന് പുറമെ വേറെ ഏതെങ്കിലും സമയം ഇത് പ്രാക്ടീസ് ചെയ്യാൻ കണ്ടെത്താറുണ്ടോ? റെക്കോർഡിംഗ് ഇല്ലാത്ത സമയത്ത് നമ്മൾ മാക്സിമം വീട്ടിലിരുന്ന് 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഞാനങ്ങനെ യങ്സ്റ്റേഴ്സ് ആയിരുന്നു. എനിക്ക് പുറകെ ആരും ഇല്ല. ഇപ്പോൾ ഇതോടുകൂടി ഈ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാലഘട്ടം കഴിയുന്ന പോലെയാണ് തോന്നുന്നത്. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് കേരളവുമാണ്. ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നത് തന്നെ 1983-ലാണ്. നാട്ടിലെവിടെയാണ്? നാട്ടിൽ എറണാകുളം. അവിടെ പിന്നെ ഒരു CAC ക്ലബ് ഉണ്ടായിരുന്നു. അതിൽ വയലിനിസം ടീച്ചർ എക്സസൈസ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് തന്നെ ഇപ്പോൾ പറഞ്ഞ സെബാസ്റ്റ്യൻ അവ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഫസ്റ്റ് വായിക്കണമെന്ന് MB ശ്രീനിവാസൻ. ഏത് സിനിമയായിരുന്നു ഓർമ്മയുണ്ടത്? അത് സോങ് റെക്കോർഡിംഗ് ആയിരുന്നു. സിനിമ ഓർമ്മയില്ല. രണ്ടാമത് വായിച്ച അടുത്ത ദിവസം വായിച്ചത് ഇളയരാജയുടെ PG വിശംബരം ചെയ്ത പിന്നിലാവ് എന്ന് പറഞ്ഞു. എത്ര മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? മലയാളത്തിൽ അത് ആ കാലഘട്ടത്തിലുള്ള ഒരു മിക്ക ഇപ്പോഴും ജയന്തരൻ പിന്നെ ഇവിടെ ചെന്നൈയിലെടുക്കും. ഇപ്പം മലയാളം എല്ലാം നാട്ടിലാണ്. മ്യൂസിക് എപ്പോഴെങ്കിലും കമ്പോസ് ചെയ്യണമെന്നോ ഒരു മ്യൂസിക് ഡയറക്ടർ ആവണമെന്നോ തോന്നിയിട്ടുണ്ടോ? ഇല്ല. മ്യൂസിക് കമ്പോസിങ് വേറെ, നമ്മൾ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്നത് വേറെ. കമ്പോസിങ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു കഴിവാണ്. ഇപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് വായിച്ചുകൊണ്ട് നല്ല പ്ലെയർ ആയതുകൊണ്ട് അയാൾ നല്ലൊരു കമ്പോസർ ആണെന്നില്ല.